വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. പവർ പ്ലേ എന്ന് പറയുന്ന ചാപ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നിങ്ങൾക്ക് വേണം അല്ലേ? നമുക്കറിയാം സ്കൂളിലെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്താറുണ്ട്, പീരിയോഡിക് ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് അവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു പാറ്റേൺ ഉണ്ട്. അതായത് CBSE ബോർഡ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിൽ തന്നെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഉണ്ടാകും, 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് വരും, പിന്നെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. അതായത് MCQ ക്വസ്റ്റ്യൻസിന് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിൽ ആ കേസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അസേർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിനൊക്കെ ഒരു പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്യാനുണ്ട്. ആ ഒരു പാറ്റേൺ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് എക്സാം, അതായത് 10th ബോർഡ് എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 8th ലും 9th ലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ആ ഒരു എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്ത് ക്രാക്ക് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് എവിടെ നിന്ന് കിട്ടും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡലിന്റെ കുറച്ച് ഭാഗം മിസ് ഇവിടെ കാണിച്ചുതരാം. മെയിൻ ആയിട്ട് MCQs ആണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, MCQ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യന് വേണ്ടി മോർ ദാൻ 1 minute സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഇസ് ദ റൂൾ. ഏത് റൂൾ? ഞാൻ ഉണ്ടാക്കിയ റൂളാണ്. ഓക്കെ, 1 minute കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു MCQ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. കാരണം ഈ MCQ ക്വസ്റ്റ്യൻസിന് സ്റ്റെപ്സിന് നിങ്ങൾക്ക് മാർക്കില്ല, ആൻസറിനാണ് മാർക്ക്. അപ്പൊ ഓരോ ചോദ്യങ്ങളും എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദിസ് നമ്പർ? ഈ നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? സ്റ്റാൻഡേർഡ് ഫോം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഉള്ള 2 നമ്പേഴ്സിന് ഇടയിൽ നമ്മളൊരു ഡെസിമൽ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഉള്ള 2 നമ്പേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മളൊരു ഡെസിമൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഡെസിമൽ ഇട്ടു. ഇനി ഡെസിമലിന് ശേഷം എത്ര നമ്പർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 നമ്പേഴ്സ് ആണുള്ളത്. സോ ദ ആൻസർ വിൽ ബി 8.25. ആൻസർ എന്ന് പറയുന്നത് 8.25. ആൻസർ എന്ന് പറയുന്നത് 8.25 into 10⁸ എന്ന് വരും. ഇതാ നോക്കിക്കോ, ഇവിടെ നമ്മൾ ഡെസിമൽ ഇട്ടു, ഇവരുടെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഡെസിമൽ ഇട്ടു. അപ്പൊ എത്ര നമ്പേഴ്സ് ആണ്? 1 2 3 4 5 6 7 8. 10⁸. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ സെക്യൂരിറ്റി ലോക്ക് ഹാസ് 4 slots and each slot can use 0 to 10 digits, how many total combinations are possible? അതായത് നമ്മുടെ കയ്യിൽ ഒരു ലോക്ക് ഉണ്ട്, ആ ലോക്കിന് 4 സ്ലോട്ടുകളാണുള്ളത്. 4 സ്ലോട്ടുകളാണുള്ളത്. ഓരോ സ്ലോട്ടിലും 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാം. 0 മുതൽ 9 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 നമ്പേഴ്സ് ആണ് ഓരോ സ്ലോട്ടിലും ഉള്ളത്. ഓരോ സ്ലോട്ടിലും 10 നമ്പേഴ്സ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ എത്ര കോമ്പിനേഷൻസ് വരും എന്ന് ചോദിച്ചാൽ 10 into 10 into 10 into 10 അഥവാ 10⁴ കോമ്പിനേഷൻസ് എന്ന് നമുക്ക് പറയാം. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 10⁴ ആണ്. അടുത്തത്, അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് എക്സ്പോണൻസ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 7⁴ എത്രയാണ്? ഇത് നമ്മൾ പഠിച്ചതാണ് എക്സ്പോണൻഷ്യൽ ലോ പഠിച്ചപ്പോൾ. 7⁴ into 4 അഥവാ 7⁴ എന്ന ആൻസർ വരും. ഓപ്ഷൻ ബി. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 10⁻³ ഈസ് ഈക്വലന്റ് ടു? 10⁻³ നെഗറ്റീവ് നമുക്ക് ഇഷ്ടമല്ല, ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. അതായത് 1/10⁻³ എന്ന് എഴുതാം. അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക, ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ 1/1000 എന്ന് എഴുതുന്നു. ഓപ്ഷനിൽ ഉണ്ടോ നോക്കി, ഓപ്ഷനിൽ ഇല്ല. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെസിമലിലേക്ക് മാറ്റുന്നു. 0.001 എന്ന് എഴുതുന്നു. കാരണം ഇവിടെ 3 സീറോസ് ആണ്, ഡെസിമലിന് ശേഷം 3 നമ്പേഴ്സ് വരണം. 0.001. അപ്പൊ 0.001 ഉണ്ടോ നോക്കാറുണ്ട്. ഓപ്ഷൻ സി. ലാസ്റ്റ് വൺ, in the expression x⁻y the term x is known as. ഇതിൽ x⁻y എന്ന് എഴുതുന്നതിൽ എക്സിന് ഒരു പേരുണ്ട്. ആ പേരെന്താണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പൊ അതെന്തായാലും നിങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഇത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മുടെ ആപ്പില് യോധ ബാച്ചില് നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. ആ യൂണിറ്റ് ടെസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള MCQ പോർഷൻ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതേ
ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2-3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 30 മാർക്സിന്റെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെയുള്ള ചാപ്റ്റേഴ്സ് ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചുകൊണ്ട് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് യോധ ബാച്ചിന് ജോയിൻ ചെയ്യണം. ഓക്കെ, ഓരോ ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ട്. ഇനി ഓരോ ചാപ്റ്ററിനും റെക്കോർഡഡ് ക്ലാസ്സുകൾ വേറെയുണ്ട്, ലൈവ് ക്ലാസ്സുകൾ വേറെ നടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ ആപ്പിൽ റെഡിയാണ്. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോസും കാര്യങ്ങളും, അതായത് നമ്മളിപ്പോൾ നിങ്ങൾ ആരെങ്കിലും മിസ് യൂട്യൂബിൽ ഇതേപോലെ ക്ലാസ്സുകളൊക്കെ വരില്ലേ, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യില്ലേ, ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യുമായിരിക്കും ഇഫ് ദ ടൈം പെർമിറ്റ്സ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസും കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ യൂട്യൂബിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ ആപ്പിലുണ്ട്. അപ്പൊ ഏതൊക്കെ ക്ലാസ് നിങ്ങൾക്ക് വേണോ അത് വെച്ചിരുന്ന് കാണാനും, ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എടുക്കുന്ന 3ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ അതിന് പേൾ വീഡിയോസ് ആയിട്ട് അവൈലബിൾ ആണ്. ആ പേൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് പോവാം. അപ്പൊ എല്ലാം കൊണ്ടും ആപ്പിൽ ഫുൾ സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യുക, ആപ്പിൽ വെച്ച് കാണാം.